ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മളിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് അക്കൗണ്ട്സ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. അതായത് കുറച്ച് ഗോസ്റ്റ് അക്കൗണ്ട് വേണമെങ്കിൽ പറയാം, കാരണം ഒരിക്കലും ഇമ്പോസിബിളായി നടക്കാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റി അക്കൗണ്ട്സ് ആണ് കുറച്ച്. ഗൈസ്, ഞാൻ തന്നെ ഈ അക്കൗണ്ട് കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയി, കാരണം അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഈ അക്കൗണ്ടിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അതിന് മുമ്പായിട്ട് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. ഗൈസ്, കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രീ ഫയറിലും ഞങ്ങൾക്ക് പ്രേതം ഉണ്ടോ എന്ന്. ഗൈസ്, പ്രേതം എന്ന് വെച്ചാൽ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, പ്രേതം ഉണ്ടോ ഇല്ല, പക്ഷേ കുറേ ഇതിൽ ഹിഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ചെയ്യാം. താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഗൈസ്, നമുക്കിതൊരു പ്രേത അക്കൗണ്ട് വേണമെങ്കിൽ പറയാം, കാരണം അത്രക്കും കുറേ കാര്യങ്ങൾ ഈ അക്കൗണ്ടിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് അക്കൗണ്ട് ചെക്ക് ചെയ്യാം. ഗൈസ്, ഈ അക്കൗണ്ടിനെ പറ്റി പറയുവാണെങ്കിൽ കുറേ കാര്യം പറയാനുണ്ട്. ഗൈസ്, ഇതിന് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇതിൻ്റെ ഐഡിയ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. 111, അതായത് 8 ഉള്ള ഒരു അക്കൗണ്ടാണ് ഗൈസ്. ഇതിൻ്റെ ഐഡിയ തന്നെ വെറൈറ്റി ഒരു ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും അക്കൗണ്ട് എടുത്ത് നോക്കാം. പക്ഷേ അക്കൗണ്ടിൽ ഫസ്റ്റ് തന്നെ നോക്കുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ലൈക്കിൽ 2055K ആണ് ഗൈസ്. അതായത് എത്രയെന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. ഏകദേശം ഞാൻ നോക്കിയപ്പോൾ 2 മില്യൺ ലൈക്കാണ് ഗൈസ്. ഇതിൽ നമ്മൾ ഫ്രീ ഫയറിൽ ഏറ്റവും ലൈക്ക് കൂടിയ ഒരു ഐഡിയ ആയിരിക്കും ഇത്. അപ്പോൾ ഇതിൽ വേറെ നോക്കുവാണെങ്കിൽ നമ്മൾ എലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം എല്ലാ എലൈറ്റ് പാസും എല്ലാ സാധനവും എടുത്തിട്ടുള്ളൊരു അക്കൗണ്ടാണ് ഗൈസ്. ഒരിക്കലും ഇമ്പോസിബിൾ ആകാത്ത കാര്യം എന്താ വെച്ചാൽ ഇതിൽ 2 മില്യൺ ലൈക്സ് ഉണ്ട്. കാരണം നമ്മൾ ഫ്രീ ഫയറിൽ ഒരിക്കലും 2 മില്യൺസ് ലൈക്ക് ഇത്രയും കാലമായിട്ട് ഏത് അക്കൗണ്ടിനും ഞാൻ ഇത്രയും കാലം കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും ഒരു മെയിൻ പോയിന്റ് പറഞ്ഞാൽ 2 മില്യൺ ലൈക്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഓവർവ്യൂ നോക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ ഒരു മാച്ച് പോലും കളിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ BR ആയാലും നമ്മളെ CS ആയാലും ഒന്നിലും ഒരു മാച്ച് പോലും കളിച്ചിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് ഈ 2 മില്യൺ ലൈക്സ് കിട്ടിയെന്ന് ഒരിക്കലും നമുക്ക് ഇമ്പോസിബിളായ കാര്യമാണ്. കാരണം ഒരു മാച്ച് പോലും കളിക്കാത്തൊരു പുള്ളിക്കാരൻ എങ്ങനെ 2 മില്യൺ ലൈക്സ് കിട്ടിയെന്ന് നോക്കുമ്പോൾ ഒരു ചോദ്യം മാർക്കായിട്ട് കിടക്കുവാണ്. ഗൈസ്, ഈ അക്കൗണ്ടിൻ്റെ ID നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 81 അക്കൗണ്ടാണ് ഗൈസ്. ഇതിൻ്റെ ലൈക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ID അടിച്ച് നോക്കിയാൽ മതി. ഗൈസ്, ഈ അക്കൗണ്ടാണ് എനിക്ക് ഏറ്റവും അതിശയപ്പെടുത്തിയ അക്കൗണ്ട്. കാരണം ഇതിൻ്റെ ലൈക്കും കാരണം അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ ഒറ്റ മാച്ച് കളിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഒരിക്കലും ഇമ്പോസിബിളായ ഒരു കാര്യമാണ് ഇങ്ങനെ ലൈക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഗൈസ്, ഈ അക്കൗണ്ടിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് ഗോസ്റ്റ് അക്കൗണ്ടായിട്ട് തോന്നിയോ ഇല്ലെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് അക്കൗണ്ടിലോട്ട് പോകാം. ഗൈസ്, നമുക്ക് നെക്സ്റ്റ് അക്കൗണ്ട് നോക്കാം. നെക്സ്റ്റ് അക്കൗണ്ടിൻ്റെ ID ഓക്കെ, നമുക്ക് നോർമലൊരു കുറച്ച് നമ്പറുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണെന്ന് തോന്നുന്നു. ബട്ട് ഇതിന് 100 ലെവൽ എത്തിയൊരു അക്കൗണ്ടാണ്. അതുപോലെ തന്നെ 142K ലൈക്സും കാര്യങ്ങളൊക്കെ ഈ അക്കൗണ്ടിനുണ്ട്. ഗൈസ്, ഈ അക്കൗണ്ട് ഗോസ്റ്റ് അക്കൗണ്ടാണെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. കാരണം ഈ അക്കൗണ്ടിൽ എനിക്ക് അത്ര കാണാൻ പറ്റിയ ഒറ്റ കാര്യം എന്ന് വെച്ചാൽ 100 ലെവലാണ്. അതെങ്ങനെയാണ് പോസിബിൾ ആയത് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരന് 1,42,000 ലൈക്ക് ഞങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവർവ്യൂ നോക്കുവാണെങ്കിൽ ഇതിൽ ഒറ്റ മാച്ച് പോലും കളിച്ചിട്ടില്ല. ആകപ്പാടെ ഒറ്റ ഡ്യൂ മാച്ചാണ് ഇതിൽ കാണിക്കുന്നത്, ബാക്കിയൊന്നും കളിച്ചിട്ടില്ല. BRൻ്റെ ഇതിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ കളിച്ചിട്ടുണ്ട്. ഗൈസ്, ഈ അക്കൗണ്ടിനെ പറ്റി എന്താ എനിക്ക് പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഈ അക്കൗണ്ടിനെ പറ്റി എനിക്ക് കൂടുതൽ പറയാനില്ല. ഗൈസ്, ഈ അക്കൗണ്ടിൽ അത്യാവശ്യം നല്ലപോലെ പൈസ പൊട്ടിച്ചെന്ന് തോന്നുന്നു. കാരണം ഇതിൽ ഏകദേശം എല്ലാ ഗൺ സ്കിന്നും ഞങ്ങളൊക്കെ ഇതിലുണ്ട്. ഗൈസ്, ഈ അക്കൗണ്ടിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഫ്രീ ഫയർ അക്കൗണ്ടിൽ ഇതിരെ കണ്ടിട്ടില്ല സംഭവമാണ്. 100 ലെവലുള്ളൊരു അക്കൗണ്ടാണ് ഗൈസ്. ഇത് അത്രമാത്രം ഇതിൽ സ്പെഷ്യലായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഗോസ്റ്റ് അക്കൗണ്ട് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് കൂടുതൽ പറയാനില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും നെക്സ്റ്റ് അക്കൗണ്ടിലോട്ട് പോകാം. അപ്പോൾ ഈ അക്കൗണ്ടിൻ്റെ ID നോർമൽ ഒരു ഐഡിയ ആണ്. അതുപോലെ തന്നെ ഈ അക്കൗണ്ട് 1 അവർ മുമ്പ് കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊരു എന്തോ അറിയത്തില്ല, കാരണം ഈ അക്കൗണ്ട് കളിച്ചിട്ടില്ല എന്നാണ് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം. ഗൈസ്, ഈ അക്കൗണ്ട് നിങ്ങൾക്ക് അടിച്ചു നോക്കണമെങ്കിൽ ഇതിന് മേലെ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് എനിക്ക് വേണമെങ്കിൽ അടിച്ചു നോക്കിയാൽ എനിക്ക് ഇത് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ഒന്ന് എടുത്ത് നോക്കാം. ഗൈസ്, ഈ പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ ലെവൽ 55 ഓക്കെ, നോർമലാണ്. ഓക്കെ, പിന്നെ ലൈക്ക് ആണെങ്കിൽ 1261 ഓക്കെ, പ്രോബ്ലം ഇല്ല. ID ആണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഇത് വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഇതിന് ബാഡ്ജിന് സെക്ഷൻ കാണുന്നില്ല ഗൈസ്. ഈ അക്കൗണ്ട് കണ്ടപ്പോൾ ശരിക്കും ഒന്ന് പേടിച്ചു പോയി. കാരണം ഈ അക്കൗണ്ടിൽ ബാഡ്ജിന് സെക്ഷൻ കാണുന്നില്ല ഗൈസ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഫൈലിൽ എഴുതിയിട്ടുള്ള കാര്യമുണ്ട്, ഫ്രീ ഫയർ ഈസ് നൗ ബോറിംഗ് എന്ന് പറഞ്ഞിട്ട് സംഭവം എഴുതിയിട്ടുണ്ട്. ഗൈസ്, ഈ അക്കൗണ്ടിനെ പറ്റി എന്താ എനിക്ക് പറയാനുള്ളത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഈ അക്കൗണ്ടിന് ബാഡ്ജില്ല ഗൈസ്, ഏറ്റവും വലിയ കാര്യമാണ്. കാരണം അതുപോലെ തന്നെ ഇതിന് മാച്ചിങ്ങുകളൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം മാച്ചും ഞാൻ കളിച്ചിട്ടുണ്ട്, നോർമൽ അക്കൗണ്ടിനെ മാറിക്കണം. ബട്ട് ഇതിന് ബാഡ്ജില്ല ഗൈസ്. അതാണ് എനിക്ക് ഏറ്റവും ഒരു പേടിച്ച് പോയൊരു കാര്യം. കാരണം മറ്റേ അക്കൗണ്ടിലൊക്കെ നോക്കുവാണെങ്കിൽ ബാഡ്ജ് ഓക്കെ എല്ലാം ഉണ്ട്. ബട്ട് നമ്മൾ ലൈക്ക് കൗണ്ടും അതുപോലത്തെ ലെവലൊക്കെ നോക്കാം ഓക്കെ, പ്രശ്നമില്ല. പക്ഷേ ഇതിന് ബാഡ്ജ് പറഞ്ഞ സെക്ഷൻ തന്നെ കാണുന്നില്ല. അതുപോലെ തന്നെ ഇതിന് പ്രൊഫൈലിൽ താഴെ ചെയ്തിട്ടുണ്ട് ഫ്രീ ഫയർ ഈസ് ബോറിംഗ് ഗൈസ്. അതെന്താണെന്ന് മനസ്സിലായില്ല. ബട്ട് ഇതിൻ്റെ ബാഡ്ജിന് സെക്ഷൻ കാണുന്നില്ല. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നോർമലാണ്. ID ആയാലും ലൈക്ക് ആയാലും ലെവലായാലും ഒക്കെ
പ്രശ്നമില്ല. ഗൈസ് ഈ അക്കൗണ്ടിനെ പറ്റി എനിക്ക് എന്താണ് പറയാനുള്ളത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഐഡിയ അടിച്ച് നോക്കിയാലും മതി, പ്രശ്നമില്ല. കാരണം എനിക്ക് കുറേ എഡിറ്റാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഐഡിയ അടിച്ചു കൊടുക്കാം, ഒരു പ്രശ്നമില്ല. എനിവേ ഇത്ര അക്കൗണ്ടാണ് നമ്മളെ കയ്യിലുണ്ടായിരുന്നത്. 3 ടൈപ്പ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റത്തും ലാസ്റ്റത്തുമാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയത്. ഒന്നാമത്തെന്ന് വെച്ചാൽ 2 മില്യൺ ലൈക്സ് എങ്ങനെ വന്നു എന്ന് അറിയത്തില്ല, കാരണം ഒരു മാച്ച് പോലും പുള്ളിക്കാരൻ കളിച്ചിട്ടില്ല. രണ്ടാമത്തെ അക്കൗണ്ട് നോക്കുവാണെങ്കിൽ അതിൽ ബാഡിൻ്റെ സെക്ഷനെ കാണുന്നില്ല. ഗൈസ് ഫ്രീ ഫയറിൽ ഗോസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, കാരണം ഇതുപോലത്തെ കാണുമ്പോൾ നമുക്ക് സംശയമാണ്. കാരണം 2-3 ഐഡിയ ഇപ്പോൾ ഇതുപോലത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ ഇതിൽ വേറെ ഹിഡൻസായി കുറേ മിസ്റ്റീരിയസ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഗൈസ് ഇതുപോലത്തെ വീഡിയോ എനിക്ക് ലഭിക്കാൻ വേണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ നിൽക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം, അതുവരെയും ബൈ.